അപ്പോൾ നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കോഫി പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന 3-4 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കോഫി പുഡിംഗ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായി നമ്മൾ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റീലിന്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ പുഡിംഗ് ഒഴിക്കാൻ പോണത് കേട്ടോ, റെഡിയാക്കി എടുക്കാൻ പോണത് ഇതിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പാലെടുത്ത് നമ്മുടെ കോൺഫ്ലവറിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കട്ടൊക്കെ ഒന്ന് ഉടഞ്ഞു പോകത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ പാല് ഒരു പാൻ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളപ്പിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാരക്ക് അവനതിൻ്റെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂട്ടണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ഒരു കണക്കാക്കിയിട്ടുള്ള പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ സ്പെഷ്യലായ കോഫി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പല രീതിയിലും പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, പല ഫ്ലേവറും ചേർത്ത് ഉണ്ടാക്കുക. നമ്മളിപ്പോൾ കോഫി പൗഡർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടി ചേർത്താണ്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോഫി പൗഡർ നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ, നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. തീ കൂട്ടി വെച്ചാൽ അടി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണത്, നന്നായിട്ടൊന്ന് കുറുകി വരണം. ഏകദേശം ഈ ഒരു പരുവം ആവണം കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ എണ്ണ തേച്ച് വെച്ച പ്ലേറ്റിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവം ആവണം കേട്ടോ നമ്മുടെ പുഡിങ്. നമ്മൾ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടി കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോഫി പൗഡറും കൂടി നമുക്ക് വിതറി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നട്ട്സ് ഒക്കെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള രീതിയിൽ നമ്മൾ കോഫി പൗഡർ തന്നെയാണ് ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഒരു ചുരുങ്ങിയതൊരു 3 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം. അപ്പോൾ 3-3.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പുഡിംഗ് എടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചതുരത്തിലുള്ള രൂപത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന സംഭവമാണല്ലോ പുഡിങ്. ഇപ്പോൾ നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണല്ലോ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഫ്രിഡ്ജിലൊരു 3-4 മണിക്കൂർ ഇരിക്കേണ്ട ഒരു താമസം മാത്രമേ ഇതിന് വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു പീസ് നമുക്ക് എടുത്തു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. കേട്ടോ നല്ല അടിപൊളി വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോണ രൂപത്തിലാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഉണ്ടോ എല്ലാ ഭാഗം അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ ഇതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സംഭവം തന്നെ ഉണ്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് മുന്നോട്ട് നിങ്ങൾ വിലയേറിയ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.